സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തൊരു കാര്യമാണ്, അതായത് വേടൻ്റെ കാര്യം. നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് കഴിഞ്ഞ ദിവസം ഈ വേടന് അവാർഡ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഒരു സംഘിപുത്രി, മോദിജിയോട് അഗാധമായ പ്രണയമുള്ള അല്ലെ മോദിജിയോട് അഗാധമായ സ്നേഹമുള്ളൊരു സംഘിപുത്രി വന്നിട്ട് മെഴുകിയൊരു കാര്യമാണ്. അതായത് വേടൻ അവാർഡ് കിട്ടിയത് എന്തിൻ്റെ പേരിലാണെന്ന്, ജസ്റ്റ് അങ്ങനെ എന്തിൻ്റെ പേരിലാണെന്ന് ചോദിച്ചിട്ട് പോവുകയല്ല ആ സ്ത്രീ ചെയ്തത്. അവരെ സ്ത്രീ എന്ന് വിളിക്കാൻ പോലും എനിക്ക് അറപ്പും വെറുപ്പുമുണ്ട്. എന്നിരുന്നാൽ തന്നെ അവരുടെ ഒരു ശൈലിയും രൂപവും ഒക്കെ കാണുമ്പോൾ സ്ത്രീയായിട്ട് തോന്നുന്നതുകൊണ്ട് തന്നെയും സ്ത്രീ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അപ്പോൾ ആ ശൂർപ്പണക പറഞ്ഞിരിക്കുന്നത് ഏതോ പബ്ലിക് ടോയ്ലറ്റിൽ കയറി ഏതോ ഒരുത്തൻ തീർത്ത ലൈംഗിക ദാരിദ്ര്യത്തിൽ തെറിച്ചു വീണ തുള്ളിയിൽ ഉടലെടുത്ത വാൽമാക്രിക്ക് ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള അവാർഡെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. നമ്മൾ ഇതിനെപ്പറ്റി വീഡിയോയും ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്മച്ചി അല്ലെങ്കിൽ ശൂർപ്പണക, ഇവരുടെ ഫോളോവേഴ്സ് എന്ന് പറയുമ്പോൾ 20K ഫോളോവേഴ്സാണ്, നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ മോദിജിയുടെ പടമാണ് മുകളിലിട്ടിരിക്കുന്നത്. ഓക്കെ, ആ മുകളിൽ കാണുന്ന മോദിജിയെ അഗാധമായി സ്നേഹിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ഷിനി മധുസൂദനൻ. ഈ മധുസൂദനൻ ആരാണെന്ന് ഞങ്ങൾ ചോദിച്ചാൽ ചേച്ചി എന്ത് ഉത്തരം പറയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവർ പുതിയൊരു മെഴുകലുമായിട്ട് വീഡിയോയിൽ വന്നിട്ടുണ്ട്. അതായത് അമ്മയ്ക്കും അപ്പനും എല്ലാ ആളുകൾക്കും വിളിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് ഇടുകയുണ്ടായി. ആ കമൻറ്റ് ഇട്ടതിൻ്റെ ഫലമായിട്ട് പുള്ളിക്കാർ ലൈവ് വന്നു. ലൈവിനൊക്കെ അത്യാവശ്യം വ്യൂ ആയി തുടങ്ങിയിട്ടുണ്ട്. 11K വ്യൂ ആയിട്ടുണ്ട്. നമുക്കറിയാം കലാമണ്ഡല സത്യഭാമ എന്ന പേരിൽ അറിയപ്പെടുന്ന, അതായത് കലാമണ്ഡലത്തിന്റെ പേരിനെ തന്നെ അനർഥമാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്ന ഒരാളാണ് കലാമണ്ഡല സത്യഭാമ. അവർക്ക് കറുത്ത ആളുകളെ കാണുമ്പോൾ വലിയ വിമുഖതയാണെന്നും കറുത്ത ആളുകളല്ല ഈ പറയുന്ന കലാരൂപങ്ങളിൽ, അതായത് ഈ മോഹിനിയാട്ടത്തിലൊന്നും വരേണ്ടതെന്നും അത് വെളുത്തിട്ടുള്ള സൗന്ദര്യമുള്ള ആളുകൾ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് കലാഭവൻ മണിയുടെ അനിയനായിട്ടുള്ള RLV രാമകൃഷ്ണനെ അവഹേളിച്ചു വിട്ട് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നു. കലാമണ്ഡലം തന്നെ നേരിട്ടെത്തി കലാമണ്ഡലം കത്തയച്ച് കലാമണ്ഡലത്തിന്റെ പേര് അനർഥമാക്കാനായിട്ട് ആ പേര് നിങ്ങളുടെ പേരിനൊപ്പം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കലാമണ്ഡലം രംഗത്തേക്ക് എത്തി. കാരണം നിങ്ങളുടെ പേരിനൊപ്പം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കലാമണ്ഡലത്തിന്റെ പേര് കൂടി അനർഥമാക്കപ്പെടും അല്ലെങ്കിൽ കളങ്കപ്പെടും എന്നുള്ളത് അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയും കലാമണ്ഡലം എന്ന് സത്യഭാമ എന്ന് സ്വയമേ പറഞ്ഞു നടക്കുന്ന വെറും ഒരു സത്യഭാമയ്ക്ക് കത്ത് കിട്ടി. അതിനുശേഷം സത്യഭാമ വീണ്ടും ഈ പറയുന്ന അവരുടെ ഉള്ളിലുള്ള രോഷം ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ സത്യഭാമയ്ക്ക് കുറച്ച് ഏണിങ്സ് ഫേസ്ബുക്കിൽ കൂടെ കിട്ടിത്തുടങ്ങി. അപ്പോൾ അത് കണ്ടപ്പോൾ ഷിനിക്കൊരു ആഗ്രഹം, എന്നാൽ എനിക്കും വേണം. അത് വേടനെ കുറ്റം പറഞ്ഞാൽ കുറച്ച് കൂടുതൽ കിട്ടുമല്ലോ എന്നുള്ളൊരു താല്പര്യാർത്ഥം അങ്ങ് ഇറങ്ങി തിരിച്ചതാണ്. അങ്ങനെ ഇറങ്ങി തിരിച്ചപ്പം സ്വന്തം മാനവും നാണവും ആരുടെ മുന്നിൽ പണയം വെച്ചാലും കുഴപ്പമില്ല, എനിക്ക് പൈസ മതിയേ എന്നുള്ള രീതിയാണ് പുള്ളിക്കാരിയുടേത്. അപ്പോൾ എന്താണ് പുള്ളിക്കാരി ഇപ്പോൾ ഈ ലൈവിൽ വന്ന് പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. കഴിഞ്ഞ ദിവസം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ കൊള്ളുന്ന എക്സൈറ്റ്മെന്റ് അല്ല, അതിൻ്റെ അപ്പുറത്തെ കുറേ എന്താ പറയുക സംസ്കാരം കെട്ട കുറേ എണ്ണങ്ങളുടെ പതിവില്ലാതെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരുന്നു. അപ്പം അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് എന്നെ തെറി വിളിച്ചുകൊണ്ട്, അതായത് ഈ ചത്ത് കിടക്കുന്ന പോത്തുവരണി. അമ്മച്ചി പറഞ്ഞതെല്ലാം നല്ല സഭ്യമായ ഭാഷയാണല്ലോ. സരസ്വതി വിളയാടുന്ന നാവുള്ള സ്ത്രീയല്ലേ ഷിനി നിങ്ങൾ. അപ്പം ഇന്ന് ഇങ്ങനത്തെ തെറിയൊക്കെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുക. ഭയങ്കരമായ കാര്യം കേട്ടോ. നമ്മൾ ആ വേടനെ പറ്റി ഇവർ പറയാൻ നമ്മൾ കണ്ടതാണ്. അതായത് ഏതോ പബ്ലിക് ടോയ്ലറ്റിൽ വീണ തുള്ളിയിൽ നിന്നുണ്ടായതാണെന്നാണ് ഇവർ പറയുന്നത്. അവരുടെ അനുഭവമല്ലേ അവർക്ക് പറയാൻ സാധിക്കൂ. എന്നെ നമ്മളിത് ചോദ്യം ചെയ്യുന്നതുകൊണ്ട് ശരിയല്ലല്ലേ. നമ്മളൊക്കെ മനസ്സിലിങ്ങനെ തോന്നുകയാണ് എന്തിനാണ് ഇവരിങ്ങനെ പറയുന്നതെന്ന് തോന്നുമ്പം അതിൽ നമ്മളൊരു വശം കൂടി ചിന്തിക്കണം. ഒരു നാണയത്തിന് 2 വശങ്ങളില്ലേ. അപ്പോൾ ഒരു വശം എന്ന് പറയുമ്പോൾ ചിലപ്പം ഇവരും ആ രീതിയിൽ ഉണ്ടായതായിരിക്കാം, മറ്റൊരു വശം ഇവർ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ഉണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും തന്നെ ഉണ്ടായതായിരിക്കാം. വേറൊരാളെ പറ്റി പറയുമ്പോഴൊന്നും ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. വേടനെ പറ്റി പറയുമ്പോഴാണ് ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. അതായത് മറ്റുള്ള എത്രയോ പെണ്ണുപിടിയന്മാർക്കും എത്രയും കഞ്ചാവോളികൾക്കും എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇതിനു മുൻപ്, അന്നൊന്നും ഒരുത്തൻ്റെ വാ പൊങ്ങിയിട്ടില്ല. ഇന്നിപ്പോൾ വേടനെ പോലെ അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വന്ന ഒരാൾ വിജയിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കറുത്ത വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു കറുത്ത മുത്തെന്ന് പറയുന്ന വേടൻ അവൻ കയറി പോകുന്ന കാണുമ്പോൾ ഉള്ളൊരു കുരുപൊട്ടലാണ് അമ്മച്ചിക്കുള്ളത്. ബാക്കി മെഴുകിലൂടെ കേട്ടു നോക്കാം. അപ്പൊ നമ്മള് കേട്ട തെറികളൊന്നും ഒന്നുമല്ല, ഇനിയും സർവകലാശാലകളാണ്, അതായത് ഇതിന്റെ തെറിവിളിയുടെ ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ തെറിവിളിയിൽ PhD എടുത്ത് റിസർച്ച് ചെയ്ത് PhD ഒക്കെ എടുത്ത് പാസ്സായിട്ടുള്ള ആൾക്കാരാണ് വന്ന് തെറി വിളിക്കുന്നത്. ഈ തെറി വിളിക്കുന്നവന്മാരോട് ഒന്നേ പറയാനുള്ളൂ, സ്വന്തം വീട്ടിലെ ആദ്യത്തെ ടീച്ചർ, അതായത് ഒരു കുട്ടി ജനിച്ചിട്ട് അവന്റെ ആദ്യത്തെ ടീച്ചർ അവന്റെ അമ്മയാണ്. അപ്പോ ഈ തെറി വിളിക്കുന്നവന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഇവന്മാരുടെയൊക്കെ ജനിപ്പിച്ചു വിട്ട തള്ള പഠിപ്പിച്ചു കൊടുത്ത സംസ്കാരമാണ് ഇവിടെ വന്നിട്ട് എന്നെ പറയുന്നത്. അത് തന്നെയല്ലേ ഷിനി മധുസൂദന താങ്കളും കാണിച്ചത്. തൻ്റെ തന്തയും തള്ളയും പഠിപ്പിച്ചു വിട്ട സംസ്കാരമല്ലേ ഫേസ്ബുക്കിൽ വന്നിട്ട് ആ കുറിപ്പ് എഴുതിയത്.
അതായത് ഏതോ തുള്ളിയിൽ പബ്ലിക് ടോയ്ലറ്റിൽ നിന്ന് തെറിച്ച തുള്ളിയിൽ നിന്നുണ്ടായതാണെന്നുള്ളത്. അത് ആരുടെ തന്നെന്നെല്ലാം പഠിപ്പിച്ചതാണ്. സത്യം അങ്ങ് തുറന്നു പറഞ്ഞു അമ്മച്ചി. ബാക്കി കേൾക്കാം. അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ തെറി ഒരാളെ തെറി വിളിക്കുക എന്ന് പറഞ്ഞാൽ ആ തെറി പറയുന്നവന് ഉളുപ്പില്ലെങ്കിൽ കേൾക്കുന്നവന് ഉളുപ്പുണ്ടാവേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാല് പച്ചത്തെറി പറയുന്നതും തോന്നിവാസങ്ങൾ പറയുന്നതും ഒക്കെ ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചിട്ടാണ്. അവനവന്റെ വായിൽ നിന്ന് വരുന്ന സംസ്കാരം കെട്ട വർത്തമാനങ്ങള് അവരവര് പറയുന്നത് അവരവര് പഠിച്ച സംസ്കാരമാണ്. അതിന് മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ ഇത് തന്നെയാണ് പുള്ളിക്കാരിയും പറയുന്നത് കേട്ടോ. നമുക്കൊന്നും തെറ്റ് പറയാൻ പറ്റില്ല. പോയിട്ട് അതായത് ഈ നല്ല വിൽ പവറും നല്ല മര്യാദയും പറയുന്നവന് പറഞ്ഞാൽ പറയുന്നതേ ഓർമ്മയുണ്ടാവുള്ളൂ. മര്യാദ കെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതവന്റെ മുൻപിൽ ചെന്ന് നിന്ന് പറഞ്ഞാലും അവനപ്പ കിട്ടും, അത് ഉറപ്പാണ്. അത് എന്റെ മുന്നിൽ നിന്നായാലും ഈ പറയുന്ന തെറികളൊക്കെ എന്റെ കൺമുന്നിൽ നിന്ന് എന്റെ തൊട്ടു മുന്നിൽ നിന്നിട്ടാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ അവന്റെ കരണക്കുറ്റി ഞാൻ അടിച്ചു പൊട്ടിക്കുന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല. അത് രണ്ട് തരം. പറയുന്നവരുടെയൊക്കെ കരണക്കുറ്റി ഞാൻ അടിച്ചു പൊട്ടിക്കുമെന്ന്. അപ്പൊ വേടനെ പറഞ്ഞാല് വേടൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് അയാളുടെ ആ ഒരു അച്ഛനും അമ്മയും പഠിപ്പിച്ചു കൊടുത്ത സംസ്കാരം. ആ വേടനെതിരെ ഈ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുന്ന അല്ലെങ്കിൽ വൃത്തികെട്ട വർത്തമാനങ്ങൾ പറയുന്ന നിങ്ങളുടെ സംസ്കാരം വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നിങ്ങൾ വേടനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണുങ്ങളെ പറ്റി അങ്ങ് അടിച്ചമർത്തി ഫെമിനാസ്യത്തരം കാണിക്കുന്ന വൃത്തികെട്ട പരിപാടി ഉണ്ടല്ലോ, അതാരും അംഗീകരിക്കത്തില്ല. ഇനി ഇതിന്റെ പേരിൽ കേസിനകത്ത് പോയി കിടക്കേണ്ടി വന്നാലും ആണുങ്ങളുടെ മുന്നിൽ ചെന്ന് എന്തെങ്കിലും തോന്നിവാസം പറഞ്ഞാൽ അടിച്ച് നിന്റെയൊക്കെ പല്ല് വായിലിടും. ഷിനിയോട് ഞാൻ പ്രത്യേകം പറയാണ്, പ്രായത്തിനെ പോലും പരിഗണിക്കത്തില്ല, അല്ലെ പ്രായത്തിനെ പോലും ആരും മാനിക്കത്തില്ല. ഇതുപോലത്തെ തോന്നിവാസവും തന്തയ്ക്ക് പ്രകാരിയും പറഞ്ഞു കഴിഞ്ഞാൽ അണപ്പല്ല് പറഞ്ഞു പോകുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ല നിങ്ങൾക്ക് മാത്രമല്ല കയ്യൂക്കും ചങ്കൂറ്റവും ഉള്ളത്, ആണുങ്ങൾക്ക് മേൽ എന്തും പറയാമെന്നുള്ള നിങ്ങളുടെ ഈ വൃത്തികെട്ട ചിന്താഗതി ഉണ്ടല്ലോ, അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നു, നാളെ പല ആളുകളും ഇതിനെപ്പറ്റി സംസാരിക്കും, പല ആളുകളും ഈ ഒരു കാര്യത്തെപ്പറ്റി എടുത്ത് ചർച്ച ചെയ്യുകയും അതിൽ കൂടി വീണ്ടും തെറിവിളികൾ വരും. നിങ്ങൾ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും, പല വിഷയങ്ങളുമാകും. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേടൻ നിങ്ങളെപ്പറ്റി ഒന്നും വറീഡാവുന്നില്ല. എവിടെയെങ്കിലും കിടന്ന് കുരയ്ക്കുന്ന ചാവാലി പട്ടിയെ ഓർത്തിട്ട് ഒരു ഭയം കൊള്ളുന്ന ഒരു വ്യക്തിയല്ല വേടൻ, അല്ലെങ്കിൽ അതിൽ വറീഡാവുന്ന ഒരു വ്യക്തിയല്ല വേടൻ. അതുകൊണ്ട് വേടൻ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ കേട്ടങ്ങ് വിട്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തും പറഞ്ഞോട്ടെ, എന്ത് തോന്നിവാസം കാണിച്ചോട്ടെ എന്നാണ് വേടൻ വിചാരിച്ചിരിക്കുന്നത്. ബാക്കി കേട്ട് നോക്കാം. നല്ല രീതിയിൽ എന്താ പറയാ തൃപ്തിയാക്കി കൊടുക്കാൻ പോലും പറ്റാത്തവന്മാരാണ്. നിങ്ങൾ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണം. ഈ ഒളിവിലും മറവിലും വന്നിട്ട് ഇൻബോക്സിൽ വന്നിട്ട് തെറി വിളിക്കുന്നവന്മാരോടാണ് ഞാൻ പറയുന്നത്. ഇവനൊന്നും ഇവന്റെ കൂടെയുള്ള ഭാര്യമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സ്വന്തം ഭാര്യയെ ഒന്ന് ബെഡ്റൂമിൽ തൃപ്തിപ്പെടുത്തി കൊടുക്കാൻ പോലും പറ്റാത്തവന്മാരായിരിക്കും ഈ ഇൻബോക്സിൽ വന്നിട്ട് ഒളിവിലും മറവിലും വന്നിട്ട് ഈ തെറി വിളിക്കുന്നത്. എനിക്ക് എന്ത് ലോജിക്കുള്ള വർത്തമാനമാണ് ഈ പെണ്ണുപിള്ള പറയുന്നത്. ഇവർക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല, അതിന്റെ വിഷമമാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ വേടനെതിരെ ഇവർ പറഞ്ഞത് ഏതോ പബ്ലിക് ടോയ്ലറ്റ് എന്നാണ്. അപ്പം അങ്ങനെ എന്തോ ആണ് ഇത് സംഭവം. അപ്പം അതിന്റെ വിഷമം മറ്റുള്ളവരുടെ മേലേക്ക് അങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ്. എന്തൊരു വൃത്തികെട്ട സംസ്കാരമാണല്ലേ. ഈ സംസ്കാരം തുറന്നു കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അവർ വന്നിട്ട് എന്തോ ഞാൻ വലിയ മറ്റേതാണെന്നുള്ള രീതിയിലാണ് വീഡിയോയുമായിട്ട് ഇന്ന് ലൈവിൽ വന്നത്. ആ ലൈവിൽ വന്നിട്ട് അവർ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവരെന്തോ വലിയ പുണ്യാത്മാവാണ്, ഈ അവരുടെ വായിൽ നിന്നെല്ലാം സരസ്വതി വിളയാടുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വരുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും വരില്ല, മറ്റുള്ളവരെല്ലാം കുറ്റവാളികൾ, അല്ലെ മറ്റുള്ളവരെല്ലാം തെറ്റുകാരന്മാരാണ്, തന്തയില്ലാത്തവന്മാരാണ്, അവന്മാരിങ്ങനെ പറയുന്നതൊക്കെ ഒരു സംസ്കാര ശൂന്യതയാണ്, അച്ഛനും അമ്മയും പഠിപ്പിച്ചതല്ല അവർക്ക് പറയാൻ സാധിക്കുകയുള്ളൂ, അവർ വൃത്തികെട്ടവന്മാരാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആണുങ്ങൾക്ക് വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? അതുകൊണ്ട് തന്നെയും ഇവരുടെ ഈ വൃത്തികെട്ട കപടമുഖം വരച്ച് കാണിക്കാൻ, അല്ലെ വലിച്ചു കീറാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ബാക്കിയൂടെ കേൾക്കാം. ഈ കാര്യം എന്താണെന്ന് പോലും പറയാതെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വേടനെതിരെ പോസ്റ്റ് ഇട്ടത് കൊണ്ടാണോ അതോ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞത് സ്വാമിക്കെതിരെ പോസ്റ്റ് ഇട്ടത് കൊണ്ടാണോ, ഇതിൽ ഏതിലാണ് തെറി വന്നതെന്ന് എനിക്കൊരു പിടിയില്ല. അല്ലെങ്കിൽ പിന്നെ വിഷയം പറയണം, ഇത് വിഷയം പറയുന്നില്ല. അപ്പൊ നമ്മുടെ ആ കള്ളസന്യാസി ഇല്ലേ, ആ കള്ളസന്യാസി പെനോലി രമേശനെതിരെ ഞാൻ ലൈവ് ഇട്ടിരുന്നു. അതുകൂടാതെ വേടൻ എന്ത് കാര്യത്തിന്റെ പേരിലാണ് അവാർഡ് കൊടുത്തതെന്നുള്ള രീതിയിലും ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് തന്തയായിരുന്നോ തള്ളയായിരുന്നോ അറിയാതെ ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ കന്നിപ്പട്ടികൾ കുറെ ഇങ്ങനെ തെണ്ടി നടക്കില്ലേ കന്നിമാസത്തില്, എന്ന പോലെ കന്നിപ്പട്ടികൾ തെണ്ടി നടക്കുമ്പോൾ ആ കന്നിപ്പട്ടികൾ ഇങ്ങനെ ഓടി നടക്കുന്ന കൂട്ടത്തിൽ ഏതിന്റെയൊക്കെയോ പിന്നെ പുറകെ പോയി അങ്ങനെയൊക്കെ ഉണ്ടായ കൂട്ടത്തിലുള്ളവന്മാരാണ്. അവർക്കേ പറ്റൂ ഇങ്ങനെ. നല്ല സംസ്കാരം അതെ, പ്രഭ പറഞ്ഞത് കറക്റ്റ്. അവർ തെറി വിളിക്കുന്നതല്ല, സ്വയം പരിചയപ്പെടുത്തുന്നതാണ് കോമഡി. സ്വയം പരിചയപ്പെടുത്തുന്നത് തന്നെയാണ്, ശരിയാണ്. ഞാൻ ഈ പറയുന്ന തെറികളൊക്കെയാണ് എന്റെ സംസ്കാരം, അല്ലെങ്കിൽ ഞാൻ ഇതാണ് എന്ന് വിളിച്ചു പറയുന്ന സത്യമായ കാര്യമാണ്. അത് ശരിയാ, കറക്റ്റാ പ്രിയ. അപ്പോ
തെറി വിളിക്കുന്നവരോട് എനിക്ക് യാതൊരു വക പരാതിയില്ല. വേടന് ഏറ്റവും വലിയ ഇനി പറയാൻ പോകുന്നത് വേടനെ പറ്റി കേട്ടോ. പറയുമ്പോ തന്നെ ചിരിക്കുകയാണ് അതാണ് ചേച്ചി. ഭൂലോക കോമഡി. ചേച്ചിയല്ല, അടുത്ത വൃത്തികെട്ട ഭൂലോക സ്ത്രീ. കോമഡി എന്ന് പറഞ്ഞത് ഈ പറയുന്ന വേടന് ഏറ്റവും നല്ല പാട്ടുകാരനുള്ള പിന്നെ അവാർഡ്. അപ്പോ ആ അവാർഡിന്റെ വെളിച്ചത്തില് രണ്ടു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഈ വേടന് അവാർഡ് കൊടുത്തതെന്നുള്ളത് ഐ ഡോണ്ട് നോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? ഈ വേടൻ എന്ന് പറയുന്നവന് ഏറ്റവും നല്ല, അപ്പൊ പിന്നെ നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറും നമ്മുടെ സ്വാമികളും നമ്മുടെ ജോൺസൺ മാഷും വയലാറും ഈ ദേവരാജനും ഈ പറയുന്ന ഇവരൊക്കെ ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇവരുടെയൊക്കെ പാട്ടുകളും ഗിരീഷ് പുത്തഞ്ചേരി ഇവരെ പോലുള്ള കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറ് ഇവരെ പോലെയൊക്കെയുള്ള മനുഷ്യരിനി എന്ത് ചെയ്യും, എവിടെ പോവും? ഇവരൊക്കെ ആരായിരുന്നു അപ്പോ? ഈ പറയുന്ന മഹാരഥന്മാരുള്ള നമ്മുടെ നാട്ടിൽ മ്യൂസിക്കിനെ കൊണ്ട് അമ്മാനമാടുന്ന, മ്യൂസിക്കിനെ കൊണ്ട് മാജിക് ചെയ്യുന്ന അവരുടെയൊക്കെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഭഗവാനെ, ഇവരെഴുതിയ 2 വരികള് ഈ വേടൻ എന്ന് പറയുന്നവന് ആ അയൽവക്കത്ത് കൂടെ പോലും നോക്കാൻ യോഗ്യതയില്ല. അതുപോലെയുള്ള മഹാരഥന്മാര് നമുക്ക് സംഗീത ലോകത്ത് സ്വന്തമായിട്ടുള്ളപ്പോഴ് ഈ പറയുന്ന വേടന് അവാർഡ് കൊടുത്തതിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് എനിക്കൊരു പിടി. തലയില് ചാണകം കേറി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പിടികിട്ടത്തില്ല. വേടൻ ഇവരുടെ ഒന്നും അടുത്തെത്താൻ ഒരു യോഗ്യതയും ഇല്ല എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. സ്ത്രീ എന്ന് പോലും വിളിക്കാൻ എനിക്ക് അത്രയ്ക്ക് അറപ്പും വെറുപ്പുണ്ട് ഇവരെ കാണുമ്പോൾ. അപ്പോൾ ഇവർ പറയുന്നത് വേടന് യോഗ്യതയെ ഇല്ലെന്നാണ്. എന്താണ് അമ്മച്ചി നിങ്ങൾ ഈ പറയുന്ന യോഗ്യത? ജാതിയാണോ യോഗ്യത? മതമാണോ യോഗ്യത? നിറമാണോ യോഗ്യത? ആ വേടന് ഇതിൻ്റെ എല്ലാത്തിനും മുകളിൽ വലിയ യോഗ്യതയുണ്ട്. അത് കാണുമ്പോൾ അങ്ങനെ പല ആളുകളും പറയുമ്പോൾ അതിലുണ്ടാകുന്ന വിമുഖതയാണ് നിങ്ങൾ ഇവ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള പല തലമൂത്തപ്പന്മാർ വന്നിട്ടും ആ വേടൻ്റെ രോമത്തിൽ തൊടാൻ പോലും സാധിച്ചിട്ടില്ല. പിന്നെ അല്ലേ നിങ്ങളെപ്പോലെ ഒരു ചീള് കേസ്. വെറും ഏതോ ഇന്നലത്തെ മഴയിൽ മുളച്ചു വന്നൊരു വെറും ഒരു പാഴ് വസ്തു, പാഴ് സസ്യം, അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് വന്നിരുന്നുകൊണ്ട് വേടനെ പറയുന്നത് എന്ത് യോഗ്യതയാണുള്ളതെന്നുള്ളത്. ആ ജൂറിയിലിരിക്കുന്ന ആളുകളൊക്കെ പിന്നെ വേറെന്തിനെങ്കിലും ഇരിക്കുകയാണോ? അവർക്ക് നല്ല ടാലൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അല്ലാതെ ചാണകം മെഴുകി ചാണകം രാവിലെയും വൈകുന്നേരവും ഈ പറയുന്ന ആഹാരത്തിന് മുൻപ് ആഹാരത്തിന് ശേഷം എന്ന് പറയുന്നത് പോലെയും ആഹാരം പോലെയും വാരി തിന്നുന്ന നിനക്കൊന്നും മനസ്സിലാവില്ല അതെന്തുകൊണ്ടാണെന്നുള്ളത്. ആ വേടൻ പച്ച പരമമായ സത്യമാണ് വിളിച്ചോതുന്നത്. അത് ഒരു റാപ്പ് എന്ന് പറയുന്ന കലാരൂപം തിരഞ്ഞെടുത്തിട്ട് ഈ നാട്ടിൽ നിലനിൽക്കുന്ന തന്തയില്ലായ്മയാണ് വേടൻ വരച്ചു കാണിക്കുന്നതെങ്കിൽ ആ വേടൻ അവാർഡ് കൊടുക്കപ്പെടുക തന്നെ വേണം. അപ്പൊ ഇതിനിടയിലേക്ക് വയലാറിനെയും മറ്റുള്ള ആളുകളെയും ഒന്നും കുമാരനാശാനെ ഒന്നും വലിച്ചഴയ്ക്കാൻ പറ്റത്തില്ല. വയലാറൊക്കെ ആ പഴയ കാലഘട്ടത്തിലെ കലാകാരന്മാരാണെന്നുണ്ടെങ്കിൽ വേടൻ നവോത്ഥാന കാലഘട്ടത്തിലെ ആധുനിക കാലഘട്ടത്തിലെ കലാകാരനാണ്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഏത് രീതിയിലാണ് കലയെ ആവിഷ്കരിച്ചിരിക്കുന്നതെന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. ആ ഒരു കലാകാരനുള്ളൊരു ആ ഒരു പുരസ്കാരം, ഒരു അഭിനന്ദനം മാത്രമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന മോഹൻലാൽ വളരെ പക്കാ പെണ്ണുപിടിയൻ തന്നെയാണ് അല്ലേ? അങ്ങനെയുള്ളൊരു മോഹൻലാൽ അവാർഡ് കൊടുത്തപ്പോൾ എന്തേ നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള രോഷം പുറത്തു വന്നില്ല? അത് വലിയ ജാതിയിൽ ഉയർന്നവനായതുകൊണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇവരുടെ ബാക്കി മെഴുകളോടെ കേട്ടിട്ട് ഞാൻ വേറൊരു വീഡിയോ കൂടെ കാണിക്കാം. കിട്ടിയില്ല. പിന്നെ നമുക്കൊരു കാരണം എന്താ വെച്ചാല് ഒരു വെറും ഓട്ടക്കാലണ ആ ഓട്ടക്കാലണയ്ക്കാണ് ഇപ്രാവശ്യത്തെ ഏറ്റവും നല്ല പാട്ടുകാരനുള്ള അവാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓട്ടക്കാലണയ്ക്ക് വാല്യൂ കൽപ്പിക്കുന്ന ഭരണ സംവിധാനം ആണല്ലോ, അവരാണല്ലോ ഇവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ ഓട്ടക്കാലണയ്ക്ക് വാല്യൂ കൽപ്പിക്കുന്ന ഭരണ സംവിധാനത്തിന്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതായത് പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ വേടനെ പോലുള്ളവർക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ട്, അവർക്ക് വാല്യൂ കൊടുത്തിട്ട്, അവരെ ഇതുപോലെ ചെയ്യുമ്പോൾ, അവർക്ക് അവാർഡൊക്കെ കൊടുത്തിട്ട് അവരെ ഇങ്ങനെ പിടിച്ചിരുത്തുമ്പോ ഇത് കൊടുക്കുന്ന ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ജൂറികള്, അല്ലെങ്കിൽ ഈ അവാർഡ് കൊടുക്കാൻ പ്രവർത്തിച്ചതിന്റെ പുറകിൽ പ്രവർത്തിച്ച ജൂറികളെയാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്. ഇവന്റെയൊക്കെ കഴിവും ഇവന്റെയൊക്കെ പ്രാപ്തിയും എത്രയാണെന്നാണ് ഈ പ്രാവശ്യത്തെ അവാർഡ് പിന്നെ എന്താ പറയാ പറയുന്നതില് എല്ലാവരും ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയം അതാണ്. ഇതൊക്കെ തീരുമാനിച്ചവന്റെ തല. ഇവർ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന വേടനും മമ്മൂട്ടിക്കും ഒക്കെ അവാർഡ് കിട്ടിയത് അത് ആരുടെയൊക്കെയോ വൃത്തികെട്ട ഒരു കടന്നുകയറ്റം കൊണ്ടാണെന്നാണ് പറയുന്നത്. അതായത് സംസ്ഥാന സർക്കാർ വെറും ഊളകളാണെന്നാണ് പറഞ്ഞു വരുന്നത്. കേന്ദ്ര സർക്കാർ വലിയ മറ്റ് ആളുകളുമാണ്, സംസ്ഥാന സർക്കാർ വൻ പരാജയമാണ്. അതുകൊണ്ടാണ് വേടനെ പോലെയുള്ള മമ്മൂട്ടിയെ പോലെയൊക്കെ ഉള്ള ആളുകൾക്ക് അവാർഡ് കൊടുത്തതെന്നും ആ അവാർഡ് കൊടുത്തത് വെറും എന്താ പറയുക ഒരു
ലോജിക്കും ഇല്ലാത്തൊരു അവാർഡാണെന്നുമൊക്കെയാണ് ഇവർ പറയുന്നത്. നാഷണൽ അവാർഡ് പിന്നെ അടിപൊളി അവാർഡാണല്ലോ. നാഷണൽ അവാർഡ് കൊടുത്തിരിക്കുന്നതും ഏറ്റവും അർഹനായിട്ടുള്ള ആളുകൾക്കാണല്ലോ. അഭിനയത്തിനല്ല ഇവർ പ്രാധാന്യം നൽകുന്നത്. ആര്? കേന്ദ്ര സർക്കാർ. അവർ പ്രാധാന്യം നൽകുന്നത് രാഷ്ട്രീയത്തിനാണ്. അവരോട് ചായ്വുള്ള, അവരുടെ ചാണകം വാരി 4 നേരവും മൃഷ്ടാനം പോലെ കഴിക്കുന്ന ആളുകളോട് ഇവർക്ക് താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വേടൻ ആരാണെന്നോ വേടനുള്ള യോഗ്യത എന്താണെന്നോ അറിയില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും നല്ല സംസ്കാരമുള്ളിടത്തും ജനിക്കണം. അത് ജനിക്കാത്തതിൻ്റെ കുഴപ്പമാണ് അമ്മച്ചിക്ക്. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു നല്ലൊരു മനുഷ്യനായിട്ട് ജനിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ, നല്ലൊരു മനുഷ്യനായിട്ട് ജനിക്കാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കെ പ്രിയങ്ക എന്ന് പറയുന്നൊരു ചേച്ചി, പുള്ളിക്കാരുടെ പേര് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, പുള്ളിക്കാരി വേടൻ്റെ കാര്യത്തിൽ പറയുന്നൊരു പ്രതികരണമുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഒരു നെഗറ്റീവ് എനിക്കില്ലല്ലോ. ഞാൻ വേണമെന്നല്ല, ഏതൊരാളാണേലും ഒരു സ്ത്രീയെ 5 തവണ ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ? ഞാനൊരു സ്ത്രീയാണ്, 1 തവണ ബലാത്സംഗം ചെയ്യാം. ബാക്കി 4 തവണയും ബലാത്സംഗം ചെയ്യാൻ പറ്റില്ല. ആരാ പറഞ്ഞത്? തെറ്റല്ലേ? ഞാൻ വേടനെന്നല്ല, ഏത് പുരുഷനായാലും ഞാനത് അവരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ ബലാത്സംഗമൊന്നും ഇല്ല. അതൊക്കെ എന്താ പറയാ, പറഞ്ഞിട്ട് ഇപ്പം എന്തായി? കേസ് എവിടെ? വേടൻ ഇപ്പോൾ പാട്ട് പാടുന്നില്ലേ? സ്റ്റേജിൽ ഇഷ്ടം പോലെ ഓഡിയൻസ് അവനില്ലേ? അവാർഡ് കിട്ടിയില്ലേ? അതൊക്കെ കഴിവല്ലേ? അത് ഒരു എന്താ പറയാ, ഒരു സാധാരണ ഒരു മനുഷ്യൻ, ഒരു ഒരു അച്ഛനും അമ്മയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് വേടൻ. അതിനെ എങ്ങനെയൊക്കെയോ പാടി, കടലമ്മയും വിളിച്ച് പാട്ട് പാടി അവനവൻ്റെ കഴിവ് വലുതാക്കി വന്ന് സ്റ്റേജിൽ ഇത്രയും ജനങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ പെടുന്ന പാട് വളരെ എഫേർട്ട് എടുത്ത കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് നല്ല സംസ്കാരമുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചതിൻ്റെ ഫലമാണ് ചേച്ചി കാണിച്ചത്. ആ ചേച്ചി പറഞ്ഞത്, ഇത്രയും ആരോപണങ്ങൾ വന്നിട്ട് കേസ് എവിടെ? ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് എങ്ങനെയാണ് കേസിൻ്റെ ആ ഒരു നാൾ വഴികളൊക്കെ എവിടെ പോയി? ഒരാളെ എത്ര തവണ പീഡിപ്പിക്കാൻ സാധിക്കും, ബലാത്സംഗം ചെയ്യാൻ സാധിക്കും? 1 തവണ. ഒരു സ്ത്രീയെ 1 തവണയിൽ കൂടുതൽ ബലാത്സംഗം ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ചേച്ചി പറയുന്നത്. കാരണം നമ്മളിപ്പോൾ വെറും വയറ്റിൽ ആഹാരം കഴിക്കുക എന്ന് പറയുമ്പം നമ്മൾ 1 തവണ ഒരു ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് വയറ് നിറഞ്ഞു അല്ലേ? പിന്നീട് വീണ്ടും കഴിക്കുമ്പോൾ അത് വെറും വയറെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. പിന്നീട് കഴിച്ചതെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. എന്ന് പറയുന്ന പോലെ തന്നെ പീഡനം ആദ്യമുണ്ടായി, രണ്ടാമതുണ്ടാവുന്നു, 2, 3, 4 വർഷങ്ങളായിട്ട് പീഡനം ഉണ്ടാവുന്നു. അതുവരെയും വായിൽ തുണിയും തിരികെ ഇരിക്കുകയാണ് ഇര. അതുവരെയും പീഡനമെന്ന് അറിയുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് പീഡനമാവുന്നതെന്നും ഒന്നിലധികം തവണ എങ്ങനെയാണ് ബലാത്സംഗം ഉണ്ടാവുന്നതെന്നുമാണ് ആ ചേച്ചി പറയുന്നത്. വളരെ സത്യമായിട്ടുള്ളൊരു കാര്യം. ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരു തലയിൽ അല്പം തലച്ചോറുള്ള ആൾ താമസമുള്ള ഒരാളുണ്ടല്ലോ എന്ന് ഉള്ളത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം സംസാരിക്കുക. ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ്. പിന്നെ ഇതിലിപ്പം സത്യഭാമ, അതിനുശേഷം വന്നിട്ടുള്ള ഷിനി, ഇവർ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനെതിരെ എന്തായാലും ശക്തമായിട്ട് എതിർക്കുക തന്നെ വേണം. കാരണം അവർ കേരളത്തിലെ ജനങ്ങളെയും മമ്മൂട്ടിയെയും സംസ്ഥാന സർക്കാരിനെയും വേടനെയും എല്ലാം ഒരേപോലെ കുറ്റം പറയുകയാണ്. അതായത് ഈ അവാർഡൊന്നും ഇവർക്ക് ആർക്കും അർഹിക്കുന്നതല്ല. ഈ അവാർഡ് ശരിക്കും പറഞ്ഞാൽ അത് കണ്ടുപിടിച്ച അവൻ്റെയൊക്കെ തലയിൽ ഓളമാണെന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്. ഇവരുടെ ഈ ഉള്ളിലുള്ള ഈ ഒരു വൃത്തികെട്ട ചിന്താഗതിക്ക്, ഈ കുഷ്ഠം പിടിച്ച മനസ്സിന് കേരള ജനത ശക്തമായിട്ട് മറുപടി നൽകുമെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതെന്തായാലും ഉണ്ടാവട്ടെ. ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. പിന്നെ വേടനെയും മമ്മൂട്ടിയെയും എല്ലാം അവരേതിൻ്റെ എങ്ങനെയുള്ള കലാകാരന്മാരാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഷിനി, നമ്മുടെ സർക്കാർ ഇവർക്ക് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് നിങ്ങളധികം വെമ്പൽ കൊള്ളേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ ചാണകം മെഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെയൊക്കെ വലിയവന്മാർ വന്ന് മെഴുകിയിട്ട് ഒന്നുമെങ്ങും എത്താതെ പോയിട്ടേ ഉള്ളൂ. പട്ടി കുരയ്ക്കുന്നത് വെറുതെ കുരച്ചിട്ട് പോട്ടെന്ന് വെക്കും. അതായത് തെരുവുനായ, ഞങ്ങളുടെ വീട്ടിലെ പട്ടി കുരയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ നോക്കും. അത് തെരുവിൽ കിടന്ന് കുരയ്ക്കുന്നതൊക്കെ അങ്ങ് കുരച്ചിട്ടങ്ങ് പോവും. അത് അതിൻ്റെ ആ വഴിയിൽ മൂത്രം ഒഴിച്ച് അങ്ങ് പോവും. അതിനല്ലാതെ നിങ്ങളുടെ ഈ പറയുന്ന കേരളത്തിലെ ജനങ്ങളെയെല്ലാം മരവാഴകളാക്കുന്ന അല്ലെ കഴുതകളാക്കുന്ന ആണുങ്ങളെയെല്ലാം നിങ്ങളുടെയൊക്കെ അടിമയാക്കി നിങ്ങളുടെ കാൽച്ചുവട്ടിൽ ഇരിക്കണമെന്ന് പറയുന്ന ചിന്താഗതി ഉണ്ടല്ലോ, രണ്ടായിട്ടും മടക്കി കുത്തി മടിക്കുത്തിന് താഴെ വെച്ചാൽ മതി. എവിടെ? മടിക്കുത്തിന് താഴെ. അപ്പോൾ പൊക്കോ. ബൈ.